That is to say, while calculating the GDP of India, such income will be excluded. അതായത് ഇന്ത്യയുടെ അകത്തുള്ള അറ്റ ഉൽപ്പന്നങ്ങളുടെ പണമൂല്യമാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇന്ത്യയുടെ തന്നെ ഒരു കമ്പനി പുറത്തുണ്ടെങ്കിലും GDP-യിൽ അത് കണക്കാക്കില്ല. പക്ഷേ ഇതിലെ കണക്കാക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ NNP-യിലായിരിക്കും. ഇനി നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്, അതായത് NNP. If you purchase a computer and sell it to the next year, will you get the same amount that you spent while purchasing it? And why? നമ്മൾ ഇപ്രാവശ്യം ഒരു 30,000 രൂപയ്ക്ക് ഒരു കമ്പ്യൂട്ടർ മേടിച്ചു. ഈ കമ്പ്യൂട്ടർ നമ്മൾ അടുത്ത കൊല്ലം നമ്മളിത് വിൽക്കുക എന്ന് വിചാരിച്ചു. ഈ 30,000 രൂപ നമുക്ക് ലഭിക്കുമോ? ലഭിക്കില്ലല്ലോ, അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? Similarly, with time, machinery and other things suffer from wear and tear. കാലത്തിനനുസരിച്ച് യന്ത്രങ്ങൾ എന്ത് ചെയ്യുന്നു? അവക്ക് മുഷിച്ചിൽ വരുന്നു, അല്ലെങ്കിൽ തേയ്മാനം വരുന്നു, അല്ലേ? അല്ലെങ്കിൽ അവയ്ക്ക് പഴമ വരുന്നു, വിയർ ആൻഡ് ടിയർ. അതുകൊണ്ട് അവ എന്ത് ചെയ്യുന്നു? The cost incurred to remedy this wear and tear is termed as depreciation charge. ഈ മുഷിച്ചലിന്, ഈ പഴമക്ക്, അല്ലെ, ഇതിന് the cost incurred to remedy this wear, ഈ പഴമക്ക് അല്ലെങ്കിൽ മുഷിച്ചലിന് ഒരു പരിഹാരം എന്താണ്? ആ പരിഹാരത്തിനെയാണ് ഡിപ്രീസിയേഷൻ ചാർജ് എന്ന് പറയുന്നത്. ആ തേയ്മാനത്തിന് ഒരു ചാർജ് ഉണ്ട്. ആ ചാർജ് കുറച്ചിട്ടാണ് പിന്നെ ഈ സാധനം നമുക്ക് വിൽക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. The depreciation charge are taken into consideration while calculating the national income. അപ്പോ ഡിപ്രീസിയേഷൻ ചാർജും നമ്മൾ നാഷണൽ ഇൻകം കണക്കാക്കുമ്പോൾ ഉൾപ്പെടുത്താറുണ്ട്. When we deduct depreciation charge from the gross national product, we get the net national product. അതായത് നമ്മുടെ മൊത്തം വരുമാനത്തിൽ നിന്ന് ഈ ഡിപ്രീസിയേഷൻ ചാർജ് കുറച്ചാൽ നമുക്ക് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് കിട്ടും. എങ്ങനെയാണ്? ഇപ്പോൾ 40,000 കോടി രൂപയാണ് നമ്മളുടെ നാഷണൽ ഇൻകം എന്ന് വിചാരിക്കും. അതിൽ 40 കോടിയാണ് ഡിപ്രീസിയേഷൻ ചാർജ് എന്ന് വിചാരിക്കും. അപ്പൊ ഈ 40,000 കോടിയിൽ നിന്ന് 40 കോടി കിഴിച്ചാൽ എത്രയാണോ കിട്ടുക, അതാണ് NNP എന്ന് പറയുന്നത്. അതായത് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ ചാർജ്. അപ്പൊ ഡിപ്രീസിയേഷൻ ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ വസ്തുവിന്റെയും തേയ്മാനത്തെ പറയുന്നതാണ്. അതായത് വിയർ ആൻഡ് ടിയർ, അതിന് കൊടുക്കുന്ന ഒരു ചാർജ്. ആ തേയ്മാനത്തിന് കൊടുക്കുന്ന ചാർജിനാണ് ഡിപ്രീസിയേഷൻ ചാർജ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് പെർ ക്യാപിറ്റ ഇൻകം. When we divided the national income by population, we get per capita income. നമ്മൾ നാഷണൽ ഇൻകത്തെ എന്താ പറയാ, മൊത്തം നാഷണൽ ഇൻകത്തെ നമ്മൾ പോപ്പുലേഷനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വി ഗെറ്റ് പെർ ക്യാപിറ്റ ഇൻകം. അപ്പൊ നമുക്ക് പെർ ക്യാപിറ്റ ഇൻകം, ഇപ്പൊ നമ്മളുടെ നാട്ടിൽ 130 കോടി ജനങ്ങളുണ്ട്. അപ്പൊ നമ്മളുടെ 10,000 കോടി രൂപയാണ് നമ്മളുടെ വരുമാനം. അപ്പൊ നമ്മളുടെ നാട്ടിൽ ഓരോരുത്തർക്കും എത്രയാണ് വരുമാനം, നമ്മുടെ നാട്ടിലെ ഓരോരുത്തർക്കും എത്രയാണ് വരുമാനം എന്ന് കണക്കാക്കണമെങ്കിൽ മൊത്തം ദേശീയ വരുമാനം ഡിവൈഡഡ് ബൈ our population. It helps to know the economic position of a country and to compare it with other countries. ഇത് എന്തിനാണ് നമ്മൾ കണക്കാക്കുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയും അതോടൊപ്പം മറ്റു രാജ്യങ്ങളോടൊന്ന് കമ്പയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. പെർ ക്യാപിറ്റ ഇൻകം ഈസ് ഈക്വൽ ടു നാഷണൽ ഇൻകം ബൈ ടോട്ടൽ പോപ്പുലേഷൻ. ഓക്കെ, ഹൗ ടു കാൽക്കുലേറ്റ് ദ നാഷണൽ ഇൻകം? ഇനി നാഷണൽ ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതാണ് ഞാൻ അടുത്ത. The economic condition of a country is calculated on the basis of national income. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥ കണക്കാക്കുന്നത് ദേശീയ വരുമാനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്.
ഇറ്റ് ഈസ് നെസസറി ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ ഫോർ എക്കണോമിക് പ്രോസ്പെരിറ്റി. നമ്മുടെ നാടിന്റെ അഭിവൃദ്ധിക്ക്, സാമ്പത്തിക പുരോഗതിക്ക്, അഭിവൃദ്ധിക്ക്, സമ്പൽ സമൃദ്ധിക്ക് നമ്മുടെ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ വേണം, അല്ലേ? അതായത് ഉൽപാദനയിൽ വർധനവ് വേണം. When production increases, the reward of factor for production like labor, land, capital and organization also increase. അല്ലേ? അപ്പോൾ അതായത് ഒരു രാജ്യത്തിന്റെ പ്രൊഡക്ഷൻ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ, അതായത് ഒരു ഉൽപാദന ഘടകങ്ങളുണ്ട്. അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഈ 4 ഘടകങ്ങൾക്കും ലഭിക്കുന്ന റിവാർഡും എന്ത് വേണം? കൂടണം. എങ്കിലാണ് ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. The increase in reward such as rent, wage, interest and profit result in increased consumption and investment. അതായത് ഈ ലാൻഡിന് കിട്ടുന്ന വരുമാനമാണ് റെന്റ്, തൊഴിലാളിക്ക് കിട്ടുന്നതാണ് കൂലി, ക്യാപിറ്റലിന് കിട്ടുന്നതാണ് ഇൻട്രസ്റ്റ്, അല്ലേ? അതുപോലെ തന്നെ സംഘാടനം, കമ്പനികൾക്ക് കിട്ടുന്നതാണ് ലാഭം. ഇത് നമ്മൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ നാട്ടിൽ കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കൂടി എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ സാധനങ്ങൾ, സേവനങ്ങൾ കൂടുതൽ വാങ്ങുന്നു. അതുപോലെ തന്നെ പ്രൊഡക്ഷന് വേണ്ടി കൂടുതൽ പണം നിക്ഷേപിക്കുന്നു. അപ്പൊ ഇതൊക്കെ നമ്മളുടെ എന്താണ്? നാഷണൽ ഇൻകത്തിന്റെ വർധനവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നാഷണൽ ഇൻകം വർദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് കാരണക്കാരായ 4 ഘടകങ്ങൾ, അവയുടെ പ്രതിഫലവും എന്താണ്? ഇൻക്രീസ് ചെയ്യുന്നു. അതിന്റെ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നാട്ടിലെ കൺസംഷൻ കൂടുന്നു, ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നു. അപ്പൊ ഇതൊക്കെ ഒരു അഭിവൃദ്ധിയുടെ ലക്ഷണങ്ങളാണ്. പ്രൊഡക്ഷൻ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആർ ഇന്റർ റിലേറ്റഡ്. അങ്ങനെ 3 ഘടകങ്ങളുണ്ട്: ഉൽപാദനം, വരുമാനം, ചെലവ്, എക്സ്പെൻഡിച്ചർ. ഇത് 3ഉം കണക്റ്റഡ് ആണ്, അല്ലേ? There are 3 methods for estimating national income. 3 മെത്തേഡുകളാണ് ഇവിടെയുള്ളത്. നാഷണൽ ഇൻകം കണക്കിലാക്കാൻ നമുക്ക് 3 മെത്തേഡാണ്. ഒന്ന് പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. നോക്കിയേ, ഇൻകം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യും, പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും, പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്താൽ വീണ്ടും ഇൻകം ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഇത് ഇന്റർ റിലേറ്റഡ് ആണ്, അല്ലേ? ഇവർ 3 ആൾക്കാരും ഇന്റർ റിലേറ്റഡ് ആണ്. ഒന്ന് കുറഞ്ഞാൽ അത് മറ്റതിനെ ബാധിക്കും, ഒന്ന് കൂടിയാൽ അത് മറ്റേ. അപ്പൊ 3 ആൾക്കാരും ചങ്ങായിമാരാണ്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് പ്രൊഡക്റ്റ് മെത്തേഡ് എന്താണെന്ന് പരിശോധിക്കാം. Under the product method, the national income is calculated by adding up the money value of goods and service produced by the primary, secondary and tertiary sector. എന്താണ് കുട്ടികളെ? Under the product method, national income is calculated by adding up the money value. Money value നമ്മൾ ആഡ് ചെയ്യാണ് of goods, എന്തിൻ്റെയൊക്കെ? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും. ആരുണ്ടാക്കിയത്? പ്രൈമറി സെക്ടർ ഉണ്ടാക്കിയത്, സെക്കൻഡറി സെക്ടർ ഉണ്ടാക്കിയത് ആൻഡ് ട്രൈറ്ററി സെക്ടേഴ്സ് ഉണ്ടാക്കിയ, ഉൽപ്പാദിപ്പിച്ച ഈ സാധന സേവനങ്ങളുടെ മണി വാല്യൂവിനെ ആഡ് ചെയ്യുകയാണ്. ഇതാണ് പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ അസസിങ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് ഓഫ് ദീസ് സെക്ടേഴ്സ് ടുവേർഡ്സ് ദ നാഷണൽ ഇൻകം. ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ്? പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും ട്രഷറി സെക്ടറും എങ്ങനെയൊക്കെയാണ്, എത്രയാണ് നാഷണൽ ഇൻകത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്ന് ഈ മെത്തേഡിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ടു അനലൈസ് വിച്ച് സെക്ടർ കോൺട്രിബ്യൂട്ട് ദ മോസ്റ്റ് ടു നാഷണൽ ഇൻകം. അത് മാത്രമല്ല, പ്രൈമറി സെക്ടർ ആണോ, സെക്കൻഡറി സെക്ടർ ആണോ, ട്രൈറ്ററി സെക്ടർ ആണോ, ഏത് സെക്ടറാണ് കൂടുതൽ അല്ലെങ്കിൽ ഏത് സെക്ടറാണ് കുറവ് നാഷണൽ ഇൻകത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്ന് അനലൈസ് ചെയ്യാനും നമുക്കിത് ഈ ഒരു മെത്തേഡ് കൊണ്ട് സാധിക്കുന്നു.
അടുത്തതാണ് ഇൻകം മെത്തേഡ്. ഇൻകം മെത്തേഡിൽ എന്തൊക്കെയാണ് വരിക? the income is the reward received the factor of production. നമ്മൾ പറഞ്ഞു 4 ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻസ് ഉണ്ട്: ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഈ 4 എണ്ണത്തിനും കിട്ടുന്ന വരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കണക്ക് കൂട്ടുന്നതാണ് ഇൻകം മെത്തേഡ്. ഇൻ ഇൻകം മെത്തേഡ്, നാഷണൽ ഇൻകം ഈസ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ റെന്റ്, വേജ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് വിച്ച് ആർ ദ റിവാർഡ്സ് ഓഫ് ദ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ നാം നേരത്തെ പറഞ്ഞ 4 ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻസിന്റെ റിവാർഡ്സ് ആയിട്ടുള്ള റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, ഈ 4ഉം കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ട്. അങ്ങനെയും നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം. ദിസ് മെത്തേഡ് ഈസ് ഹെൽപ്ഫുൾ ഇൻ അനലൈസിങ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ടു ദ നാഷണൽ ഇൻകം. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഏത് രീതിയിലാണ് ഈ 4 എണ്ണത്തിൽ ഏതാണ് നാഷണൽ ഇൻകത്തിന് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് കൂടി മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഇനി അടുത്തതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ദ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഈസ് യൂസ്ഡ് ടു estimate the national income by calculating the expenditure incurred by individuals, firms and government in particular year. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ അത് കണക്കാക്കുന്നത് നാഷണൽ ഇൻകം ബൈ കാൽക്കുലേറ്റിംഗ് ദ എക്സ്പെൻഡിച്ചർ, അതായത് ചെലവായത്, ഇൻകേർഡ് ബൈ ചെലവാക്കിയത് ആരൊക്കെ? ഇൻഡിവിജ്വൽസ്, ഫേംസ്, ഗവൺമെന്റ്. അപ്പോ ചെലവാക്കിയ തുകകൾ ആഡ് ചെയ്തുകൊണ്ട് ആരൊക്കെ? വ്യക്തികള്, സംഘടനകള്, സർക്കാരുകള്, ഇവരൊക്കെ ചെലവാക്കിയ ചെലവുകളെല്ലാം കൂട്ടിയിട്ട് കണക്കാക്കുന്ന രീതിയാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇൻ എക്കണോമിക്സ്, ജസ്റ്റ് ലൈക്ക് കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഓൾസോ കൺസിഡർ ആസ് എ എക്സ്പെൻഡിച്ചർ. അതായത് സാമ്പത്തിക ശാസ്ത്രത്തില്, അതായത് നമ്മുടെ ഉപഭോഗത്തിന് ഉണ്ടാകുന്ന ചെലവ്, നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചെലവ്, അല്ലെ? ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ എന്തെങ്കിലും ഫേം തുടങ്ങാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ചെലവ്, ഇവയൊക്കെയാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന വിഭാഗത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ദ സമ്മേഷൻ ഓഫ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഗിവ്സ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ. അതായത് എന്താണ്? ഉപഭോഗ ചെലവ്, നമ്മൾ ഓരോന്ന് വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചെലവ്, ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ ഫാംസ് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചെലവ്, സർക്കാരിന്റെ ചെലവ്, ഇതൊക്കെ ചേർന്നിട്ടാണ് നമ്മൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ നമുക്ക് ലഭിക്കുന്നത്. എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം യൂസിങ് എനി ഓഫ് ദ അബവ് 3 മെത്തേഡ് വിൽ ഗിവ് ദ സെയിം റിസൾട്ട്. അതായത് ഈ 3 മെത്തേഡിൽ ഏത് രീതിയിൽ കണക്കൂട്ടി കഴിഞ്ഞാലും എല്ലാം തുല്യമായിരിക്കും എന്നതാണ് അതിന്റെ രസം. ഓക്കെ.